ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ രാഷ്ട്രീയ അരാജകത്വത്തിലും ഭരണ കെടുകാര്യസ്ഥതയിലും മനമെടുത്ത് പുതിയ ഭരണസാരഥികളെ തേടുകയാണ് പ്രബുദ്ധ കേരളം. ആം ആദ്മി പാർട്ടിയുടെ സ്വീകാര്യത കേരളത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന് ഈ മാറ്റം വഴിയൊരുക്കുമെന്ന് അണികൾ കരുതുന്നു. പ്രധാന വാർത്തകളിലേക്ക്. രാഷ്ട്രത്തെ ശുദ്ധീകരിക്കാൻ ജനങ്ങളുടെ കൂട്ടുപിടിച്ച് ആം ആദ്മി പാർട്ടിയുടെ അംഗത്വ വിതരണ യജ്ഞത്തിന് കോഴിക്കോട്ട് തുടക്കം. പാചകവാതക വില വർധനവിനെതിരെ CPM അനിശ്ചിതകാല നിരാഹാര സമരം ബുധനാഴ്ച തുടങ്ങും. കൊയിലാണ്ടി ഏരിയയിൽ പാർട്ടി ഗുരുതര പ്രശ്നങ്ങളില്ലെന്ന് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഘോഷയാത്രയും അന്നദാനവും നടന്നു. വാർത്തകൾ വിശദമായി. അഴിമതിയെ തുടച്ചു നീക്കാനായി ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിൽ നടത്തുന്ന സൗജന്യ അംഗത്വ വിതരണത്തിന് ജില്ലയിൽ തുടക്കമായി. കോഴിക്കോട് മാനാഞ്ചിറ പരിസരത്ത് നടന്ന അംഗത്വ വിതരണം AAP പ്രതിനിധികൾ ചൂല് ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് താലൂക്കിൽ 40 കേന്ദ്രങ്ങളിലാണ് അംഗത്വ വിതരണം നടത്തുന്നത്. ഞങ്ങൾ അധികാരത്തിനായല്ല രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്, അധികാരം ജനങ്ങൾക്ക് കൈമാറാനാണ് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഇന്ന് വിലമതിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. ചൂൽ ഉപയോഗിക്കൂ, രാജ്യത്തെ ശുദ്ധീകരിക്കൂ എന്ന ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യം ഇന്ന് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് രാജ്യമൊട്ടാകെ വ്യാപിച്ചു വരികയാണ്. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേന്ത്യാ തലത്തിൽ 1 കോടി അംഗത്വമാണ് AAP പ്രതീക്ഷിക്കുന്നത്. അത് സാധ്യമാകാൻ രാജ്യമൊട്ടാകെ AAP പ്രതിനിധികൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിൽ ജനുവരി 10 മുതൽ ജനുവരി 26 വരെ നടത്തുന്ന സൗജന്യ അംഗത്വ വിതരണ യജ്ഞത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് താലൂക്കിൽ 40 കേന്ദ്രങ്ങളിലായാണ് അംഗത്വ വിതരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് മാനാഞ്ചിറ പരിസരത്ത് നടന്ന AAP അംഗത്വ വിതരണം AAP പ്രതിനിധികൾ ചൂലുയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എത്രയോ കാലമായി കാത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനം അവരുടെ മുന്നിലെത്തിയതുപോലെയുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത്. കാരണം ഇന്നലെയൊക്കെ അത്രയ്ക്കധികം റെസ്പോൺസും കോൾസും ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഞങ്ങളുടെ പ്രദേശത്ത് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ. ഈ പാർട്ടി കള്ളന്മാർക്കും ഈ പാർട്ടി കൊലയാളികൾക്കും ഈ പാർട്ടി മറ്റുള്ള അഴിമതിക്കാർക്കുമുള്ള പാർട്ടിയല്ല, അതിനെതിരെയുള്ള ശക്തിയാണ്. ജില്ലാ കോർഡിനേറ്റർ ശ്രീരാജ്, സെക്രട്ടറി കൃഷ്ണകുമാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ രമേശ് ബാബു, ജംഷീർ, അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ, ഫൈസൽ, സനൂപ് എന്നിവർ അംഗത്വ വിതരണത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് കല്ലായിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ CA ലത. കഴിഞ്ഞ ദിവസം കല്ലായിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങളെക്കുറിച്ച് ജില്ലാ വാർത്തകൾ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. കല്ലായിപ്പുഴയിൽ വർദ്ധിച്ചു വരുന്ന കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് ജില്ലാ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 വില്ലേജുകളിലായി കല്ലായിപ്പുഴയോരത്തെ 24 ഏക്കർ ഭൂമിയാണ് അനധികൃതമായി കയ്യേറിയിരിക്കുന്നത്. ഡോക്ടർ PB സലീം ജില്ലാ കളക്ടറായിരുന്ന സന്ദർഭത്തിൽ കല്ലായിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ കളക്ടർ സ്ഥലം മാറിപ്പോയതോടെ നടപടികൾ നിലച്ചു. കല്ലായിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തടയാൻ നടപടി ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. ഇതിനായി സർവേ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞതായും അവർ കൂട്ടിച്ചേർത്തു. 24 ഏക്കറോളം ഭൂമിയാണ് ഇപ്പോൾ അവിടെ എൻക്രോച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 39ഓളം സർവേ നമ്പറുകളിൽ 3 വില്ലേജുകളിലായിട്ട്, അതായത് നഗരം, പന്തീരാങ്കാവ്, കസബ 3 വില്ലേജുകളിലായിട്ട് ഇത്രയും ഏക്കറോളം എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോയിന്റ് ഡയറക്ടർ സർവേയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഓഫ് സർവേയേഴ്സിനെ നമ്മൾ നിയോഗിച്ചു കഴിഞ്ഞു. കല്ലായിപ്പുഴയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകരടക്കമുള്ള കല്ലായിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. കോതി, മൂര്യാട്, മാങ്കാവ് ഭാഗങ്ങളിലാണ് കയ്യേറ്റങ്ങളിൽ ഏറെയും. മരവ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായിപ്പുഴയും പുഴയോരവും ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പുഴയോര ഭൂമിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കയ്യേറ്റം നടത്തി അതിർത്തി കെട്ടി തിരിച്ചിട്ടുമുണ്ട്.
കയ്യേറ്റങ്ങൾ തിരിച്ചെടുക്കുന്നതോടൊപ്പം ഇവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സജീഷ് കുമാർ തറയിൽ, ന്യൂസ് ഡെസ്ക്. കൊയിലാണ്ടി ഏരിയയിൽ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. മാധ്യമങ്ങൾ പറയുന്ന പോലെ വിമതപക്ഷം ഔദ്യോഗികപക്ഷം എന്നൊന്നില്ല. അതേസമയം കൊയിലാണ്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ ജില്ലാ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചുവെന്നും ഇതു സംബന്ധിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയെന്നും TP രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊയിലാണ്ടി ഏരിയയിൽ പാർട്ടിയിൽ ഗുരുതര പ്രശ്നങ്ങളുള്ള രൂപത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ പറഞ്ഞു. ഔദ്യോഗിക പക്ഷം വിമതപക്ഷം എന്നൊന്ന് പാർട്ടിയിലില്ല. പാർട്ടി മാത്രമേയുള്ളൂ. എന്നാൽ സംഘടനാ തത്വങ്ങൾക്കും നയനിലപാടുകൾക്കുമെതിരായ സമീപനം സ്വീകരിക്കുന്നവരുടെ കാര്യത്തിൽ ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അതേസമയം കൊയിലാണ്ടി ഏരിയ സെക്രട്ടറിക്കെതിരായ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. മുതലാളിത്തത്തിന്റെ സ്വാധീനം കാരണം സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാവുന്ന വിഷയങ്ങളാണ് കൊയിലാണ്ടിയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചോദ്യത്തിനുത്തരമായി TP രാമകൃഷ്ണൻ പറഞ്ഞു. ശാന്തനതല്ല പറഞ്ഞത്, അത് എങ്ങനെ കൂട്ടിക്കൊഴിച്ച് പറയല്ലേ. ഞാനത് പൊതുവെ സമൂഹത്തിൽ വരുന്ന ഒരു രീതിയെ കുറിച്ച് പറഞ്ഞതാണ്. പരിസ്ഥിതി സംരക്ഷണ മനോഭാവം കുട്ടികൾ വളർത്തുന്നതിനായി ജനമൈത്രി പോലീസിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെയും നേതൃത്വത്തിൽ കർമ്മ പദ്ധതിക്ക് തുടക്കമായി. ദേശീയ യുവജനാഘോഷത്തിന്റെ ഭാഗമായി മാവൂരിൽ നടന്ന പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മാവൂരിൽ ദേശാടന പക്ഷി സങ്കേതം പ്ലാസ്റ്റിക് വിമുക്തമാക്കാനായിട്ടാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും മാവൂർ മെഡിക്കൽ കോളേജ് ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടത്. ദേശീയ യുവജനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അധ്യാപകൻ ഹമീദ് വാഴക്കാട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഭൂമിയിലെ നിലനിൽപ്പിന് ഒരു കാട്ടിൽ ആദിവാസിയായ അവരാണ് അവിടുത്തെ ആദിവാസികൾ. മരുഭൂമിയിൽ ആദിവാസികളായ അറബിക്കുണ്ട് എന്നിട്ട് പറയാണ് പിറ്റേ ദിവസം ഞങ്ങളൊരു ഒരു മരുപ്പച്ചയിൽ ഒരു വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. ആ വെള്ളമുള്ള സ്ഥലത്തെത്തിച്ചേർന്നപ്പോൾ ഇതൊക്കെ പുസ്തകം മലയാളത്ത് വാങ്ങാൻ കിട്ടും. ഞാൻ പുസ്തകത്ത് വായിച്ചതൊക്കെ. മെഡിക്കൽ കോളേജ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. മാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ PP മുഹമ്മദ് ബഷീർ, ഉണ്ണികൃഷ്ണൻ, റോക്കച്ചൻ, S അനൂപ് തുടങ്ങിയവർ ബോധവൽക്കരണ പരിപാടിയിൽ സംബന്ധിച്ചു. നിരവധി പക്ഷി നിരീക്ഷകരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ മദ്രസകളുടെയും മസ്ജിദുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. മധുരം വിതരണം ചെയ്തും ഘോഷയാത്രകൾ നടത്തിയുമാണ് പ്രവാചകന്റെ ജന്മദിനത്തെ വരവേറ്റത്. അറബി മാസം റബീഉൽ അവ്വൽ 12-ന് മക്കയിലാണ് മുഹമ്മദ് നബിയുടെ ജനനം. അദ്ദേഹത്തിന്റെ ജന്മനാളിനെ അനുസ്മരിച്ചാണ് മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്. നബിദിനാഘോഷത്തെ വരവേറ്റ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ വിപുലമായാണ് നബിദിനം ജില്ലയിൽ ആഘോഷിച്ചത്. അരക്കിണർ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. K ബീരാൻ, P മൊയ്തീൻ കോയ, P ഹുസൈൻ, CV അബൂബക്കർ ഹാജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. NMS പൂനാർ വളപ്പ് ശവക്കണ്ടിപ്പറമ്പ് മൗലിദ് കമ്മിറ്റി നേതൃത്വത്തിൽ നബിദിനാഘോഷ പരിപാടികൾ നടത്തി. ആഘോഷത്തോടനുബന്ധിച്ച് കഥാപ്രസംഗം, മൗലിദ് സദസ്സ്, അന്നദാനം എന്നിവ നടത്തി. കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ മൗലിദിന് നേതൃത്വം നൽകി. C ആലിക്കോയ, B ആലി, C മുഹമ്മദ് കോയ, കുഞ്ഞി മുഹമ്മദ് വൈദ്യർ, V സലീം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ യാസിൻ മദ്രസ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. KP റിയാസ് ഹാജി, KP അഹമ്മദ് കോയ, P അബൂബക്കർ, M അബ്ബാസ്, C മുസ്തഫ ഹാജി, അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ബേപ്പൂർ നൂറുൽ ഹുദ മദ്രസയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിക്ക് P ലത്തീഫ്, KP ആലി, M അബൂബക്കർ, അസീസ്, M റഫീഖ്, തസ്ലീം, MP ഹംസക്കോയ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി എനിക്ക് വേണ്ട.
എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സ്വപ്നഗിരി ദിവസേന 3 ദിവസങ്ങൾ ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സ്വപ്നഗിരി. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. പാചകവാതക വിലക്കയറ്റത്തിനും സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമെതിരെ CPM പ്രഖ്യാപിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ബുധനാഴ്ച ആരംഭിക്കും. സംസ്ഥാന വ്യാപകമായി 1400 കേന്ദ്രങ്ങളിലാണ് സമരം. കോഴിക്കോട് ജില്ലയിൽ 130 കേന്ദ്രങ്ങളിലായിരിക്കും നിരാഹാര സമരം നടക്കുക. കോഴിക്കോട് ജില്ലയിൽ 13 അസംബ്ലി മണ്ഡലങ്ങളിലായി 130 കേന്ദ്രങ്ങളിലാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടക്കുക. കോഴിക്കോട് നഗരത്തിൽ ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ നിരാഹാരം അനുഷ്ഠിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C ഭാസ്കരൻ മാസ്റ്റർ വടകരയിലും, P വിശ്വൻ മാസ്റ്റർ കൊയിലാണ്ടിയിലും, M മെഹബൂബ് ബാലുശ്ശേരിയിലും, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മാമ്പറ്റ ശ്രീധരൻ കക്കോടി ബസാറിലും, T ദാസൻ കല്ലായിലും, RP ഭാസ്കരൻ താമരശ്ശേരിയിലും, ജോർജ് N തോമസ് മുക്കത്തും, E രമേശ് ബാബു പന്നിക്കോടും നിരാഹാരം അനുഷ്ഠിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കാനത്തിൽ അത്തോളിയിൽ നിരാഹാരമിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും വിവിധ കേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കും. വിവിധ വർഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സത്യഗ്രഹം നടക്കും. സമര ദിവസങ്ങളിൽ ഗൃഹസന്ദർശനവും ലഘുലേഖ വിതരണവും ഉണ്ടാവും. ആയിരക്കണക്കിന് ബഹുജനങ്ങൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകൾ എന്ത് നടപടികൾ കൈക്കൊണ്ടാലും അത് ജനങ്ങളിൽ അവബോധം നടത്താനും അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കണം. അതിനുവേണ്ടി പ്രചരണങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. M പരമേശ്വരൻ, P വിശ്വൻ, CT വിനോദ്, അനന്തരാമൻ, ജോസ് തോമസ്, ചാക്കോ, PK രാമചന്ദ്രൻ, P സരോജിനി എന്നിവർ സംബന്ധിച്ചു. ഗാർഹിക സ്വത്ത് തർക്കങ്ങൾ വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന മെഗാ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഗാർഹിക സ്വത്ത് തർക്കങ്ങളും അനുബന്ധ പരാതികളും വർദ്ധിച്ചു വരുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞു. കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കമ്മീഷൻ ജില്ലാതല മെഗാ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലയിൽ നിന്നും ലഭിച്ച 75 പരാതികളിൽ 28 കേസുകൾ പൂർണ്ണമായും പരിഹരിച്ചതായി കമ്മീഷൻ അറിയിച്ചു. 7 പരാതികൾ വിശദ പരിശോധനയ്ക്ക് ഫുൾ ബെഞ്ചിന് വിടുകയും 7 കേസുകൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ റിപ്പോർട്ടിംഗിനായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. 33 പരാതികൾ കക്ഷികൾ ഹാജരാവാത്തത് കാരണം അടുത്ത അദാലത്തിലേക്ക് മാറ്റി. അൺഎയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ടീച്ചറെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും പറഞ്ഞു. സിറ്റിംഗിൽ അഡ്വക്കേറ്റ് ശ്രീല മേനോൻ, അഡ്വക്കേറ്റ് ജലാലുദ്ദീൻ, അഡ്വക്കേറ്റ് TG മീന നായർ എന്നിവരും പങ്കെടുത്തു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കുടുംബ സംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സിറ്റി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് TM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കുടുംബ സംഗമം ഹോട്ടൽ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഗമം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് TM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു.
കുട്ടികളുടെ ഡാൻസ്, പാട്ട്, മിമിക്രി തുടങ്ങി നിരവധി കലാപരിപാടികളാണ് വേദിയിൽ നടന്നത്. ആഘോഷത്തിന് കൊഴുപ്പേകാൻ പ്രായം മറന്ന് എല്ലാവരും വേദിയെ കൈയടക്കി. കുടുംബസംഗമത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. രാഷ്ട്രീയ പരിഗണനകൾ മറന്ന് ജനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയാണ് സാന്ത്വന പരിചരണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സി ഭാസ്കരൻ ഫൗണ്ടേഷൻ നൽകിയ 2 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറലും ഫൗണ്ടേഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ ഗ്രാമസഭകൾ വഴി നടപ്പാക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർവേ നടത്തി പ്രദേശത്തെ സാന്ത്വന പരിചരണ രോഗികളെ കണ്ടെത്തി അവരെ സഹായിക്കാൻ ഗ്രാമസഭകളിൽ നിന്നു തന്നെ സന്നദ്ധ സേവകരെ നിയോഗിക്കുന്ന സംവിധാനം തദ്ദേശ വകുപ്പ് ആലോചിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സി ഭാസ്കരൻ ഫൗണ്ടേഷൻ നൽകിയ 2 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറലും ഫൗണ്ടേഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ സെക്രട്ടറി ടി.പി. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജമീല, സി ഭാസ്കരൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മേജർ ദിനേശ് ഭാസ്കരൻ, ഡോക്ടർ സുധാഭാമ, ഡോക്ടർ എ. ബാബുരാജ്, എം. ഗീത എന്നിവർ സംബന്ധിച്ചു. CPMന്റെ ഫാസിസത്തിന്റെ ഇരയാണ് ടി.പി. ചന്ദ്രശേഖരൻ. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ CPM കാപട്യമാണ് കാണിച്ചതെന്നും CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ. CMP കോഴിക്കോട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ സോഷ്യൽ ഫാസിസത്തിനെതിരെ പൊരുതുന്ന CMPക്ക് RMPയുമായി യോജിച്ചു പോകാവുന്ന ഒട്ടേറെ മേഖലകളുണ്ടെന്നും അതിനനുസരിച്ച് അവരുമായി സഹകരിക്കുമെന്നും CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ വ്യക്തമാക്കി. CMP കോഴിക്കോട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെത്തിയ താൻ RMPയുടെ ഓഫീസിൽ പോയെന്നും RMP നേതാക്കളായ N. വേണു, KK രമ, ആസാദ് തുടങ്ങിയവരുമായി സംസാരിച്ചതായും യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞതായും CP ജോൺ പറഞ്ഞു. അപ്പോൾ ആണവക്കരാറിന്റെ പേരിൽ ഇന്ത്യയിലെ മതേതര ഐക്യത്തെ തകർത്ത രാഷ്ട്രീയ പാപികളാണ് CPMകാർ. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ മൻമോഹൻ സിംഗിന് എതിരായിട്ട് നരേന്ദ്രമോദി ഉയർന്നു വന്നിരിക്കുന്നത്. CMP ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം നാരായണൻകുട്ടി, T. അച്യുതൻ, മൊയ്തീൻ കോയ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. രസതന്ത്രത്തിന്റെ കൗതുക കാഴ്ചകളുമായി രസതന്ത്രം മാനവരാശിയുടെ ക്ഷേമത്തിന് എന്ന എക്സിബിഷന് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തുടക്കമായി. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച പ്രദർശനം ഫെബ്രുവരി 28 വരെ നീളും. മനുഷ്യരുടെ നിത്യജീവിതവുമായി രസതന്ത്രം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് രസതന്ത്രം മാനവരാശിയുടെ ക്ഷേമത്തിന് എന്ന എക്സിബിഷൻ. നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലാണ് പ്രദർശനം രൂപകൽപ്പന ചെയ്തത്. വിജ്ഞാനപ്രദമായ പാനലുകൾ, മോഡലുകൾ, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പ്രദർശനികൾ, വീഡിയോ പ്രദർശനങ്ങൾ തുടങ്ങിയവ കൊണ്ട് സമ്പുഷ്ടമാണ് എക്സിബിഷൻ. കണാദൻ, കപിലൻ തുടങ്ങിയ പ്രാചീന ഭാരതീയ ചിന്തകരുടെ ദ്രവ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പാശ്ചാത്യ ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ, ആധുനിക മനുഷ്യന്റെ ഇന്നു കാണുന്ന ജീവിതശൈലിക്ക് രസതന്ത്രത്തിന്റെ സംഭാവനകൾ എന്തെല്ലാമാണ് എന്നതെല്ലാം എക്സിബിഷനിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു.
ഇന്ത്യയിലെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യ PC റേയെക്കുറിച്ചും ശാസ്ത്രരംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞന്മാരും പ്രദർശനത്തിലുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രായോഗിക ഫലങ്ങൾ, ഔഷധരംഗത്ത് രസതന്ത്രത്തിന്റെ സംഭാവനകൾ, കാർബണിക രസതന്ത്രം എന്നിവയെക്കുറിച്ചും കാർബണിന്റെ രൂപാന്തരമായ ഫുള്ളറിന്റെ മാതൃകയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ രസതന്ത്രത്തിന്റെ ഗുണഫലങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള പ്രദർശനം ഫെബ്രുവരി 28 വരെ പ്ലാനറ്റോറിയത്തിലുണ്ടാകും. കീണാശ്ശേരി നൂഞ്ഞി ശുദ്ധജല വിതരണ പദ്ധതിക്ക് ഭരണാനുമതി 2 ദിവസത്തിനകം ലഭ്യമാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കുറ്റിയിൽ താഴം മാങ്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കീണാശ്ശേരി നൂഞ്ഞി ശുദ്ധജല വിതരണ പദ്ധതിക്ക് 30 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി MK മുനീർ പ്രഖ്യാപിച്ചു. പദ്ധതിക്ക് ഭരണാനുമതി 2 ദിവസത്തിനകം ലഭ്യമാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റിയിൽ താഴം മാങ്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള താല്പര്യം ഇപ്പോൾ കൗൺസിലർമാർ അവരുടെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ മുഴുവൻ കൗൺസിലേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മഞ്ചക്കൽ തോടിന് വേണ്ടി ബഡ്ജറ്റിൽ പണം വകകൊള്ളിക്കാൻ കൊടുത്തു കഴിഞ്ഞു. മഞ്ചക്കൽ തോടിന് ആവശ്യമായിട്ടുള്ള പണം ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലുണ്ട്. നൂഞ്ഞി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി എന്റെ അസറ്റ് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുക. 2.45 കോടി രൂപ ചെലവിൽ കുറ്റിയിൽ താഴം മാങ്കാവ് റോഡിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മേയർ AK പ്രേമജം അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NB ഹബീബ് റഹ്മാൻ, കൌൺസിലർമാരായ കവിത അരുൺ, K സൗദാമിനി, K ശ്രീകുമാർ, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, മനക്കിൽ ശശി, മേച്ചേരി ബാബുരാജ്, P മുനീർ, വേലുകണ്ടി ദാസൻ, AV സിറാജ് കുമാർ, K സിനീഷ്, ശശിധരൻ താന്നിക്കുന്നത്ത്, TP സുനിൽകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ O രമേശൻ എന്നിവർ സംബന്ധിച്ചു. JDT ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ജിയോസയുടെ നേതൃത്വത്തിൽ മികവ് 2014 സംഘടിപ്പിച്ചു. പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ആദരിക്കുന്ന പരിപാടിയാണിത്. പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ജിയോസ വർഷം തോറും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് മികവ്. മികച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാമൂഹിക പ്രവർത്തകരെയും കണ്ടെത്തി അവർക്ക് കൂടുതൽ പ്രചോദനം പകരാനും നല്ല വാക്കുകളും ഉപഹാരങ്ങളും നൽകുന്ന വേദിയുമാണ്. ഇത്തവണ JDT ഇസ്ലാം സ്ഥാപനങ്ങളിലെയും NGO ക്വാർട്ടേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയുമാണ് മികവിന്റെ വേദിയിൽ അനുമോദിച്ചത്. JDT നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സമ്മാനങ്ങൾ ചിത്ര KP JDT ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിലെ കെവിൻ സി ജോളി JDT ഇസ്ലാം ഹൈസ്കൂൾ, ആദിൽപറ JDT ഇസ്ലാം HSS, JDT ഇസ്ലാം HSS. അതുപോലെ തന്നെ നമ്മുടെ മികവ് പ്രസിഡന്റ് C ചേക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. JDT സെക്രട്ടറി CP കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MC മനോജിനെ മന്ത്രി MK മുനീർ ആദരിച്ചു. PM കോയ സ്കോളർഷിപ്പ് വിതരണം, ലഹരി വിമുക്ത മേരിക്കുന്ന് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ നടന്നു. PM കോയ, P ഷംസുദ്ദീൻ, ഡോക്ടർ PC അൻവർ, TT നാസർ, CP കുഞ്ഞുമുഹമ്മദ്, ജാനമ്മ കുഞ്ഞുണ്ണി, MP ഹമീദ്, K ബാലഗോപാൽ, NM നാസർ, TV ഇബ്രാഹിം കോയ, OP നസീർ, സുലൈമാൻ കുഴിക്കര, കവിത നാസർ, NT ഷാഹുൽ ഹമീദ്, P മുഹമ്മദ് കാസിം, MP ആലിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു. ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടെന്നും അനുഭവ പരിചയത്തിന്റെ അഭാവമാണ് പ്രധാന പ്രശ്നമെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം KMCT മെഡിക്കൽ കോളേജിലെയും KMCT ഡെന്റൽ കോളേജിലെയും പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടെന്നും അനുഭവ പരിചയത്തിന്റെ അഭാവമാണ് പ്രധാന പ്രശ്നമെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം അഭിപ്രായപ്പെട്ടു.
KMCT കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ MBBS ബാച്ചിലെയും മൂന്നാമത്തെ BDS ബാച്ചിലെയും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMCT സ്ഥാപനങ്ങളുടെ ചെയർമാൻ ഡോക്ടർ K. മൊയ്തു അധ്യക്ഷനായിരുന്നു. A. പ്രദീപ് കുമാർ MLA, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P. ദാമോദരൻ, മാതൃഭൂമി ഡയറക്ടർ PV നിധീഷ്, IMA കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ KP ബാലകൃഷ്ണൻ, ഡോക്ടർ കുഞ്ഞമ്മ തോമസ്, ഡോക്ടർ ലതി നായർ എന്നിവർ സംബന്ധിച്ചു. MBBS പരീക്ഷയിൽ 98% വിജയത്തോടെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് KMCT മെഡിക്കൽ കോളേജാണ്. ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. ചേളന്നൂർ ഇരട്ടപ്പനച്ചി ശ്രീ പരദേവതാ ക്ഷേത്രകുളത്തിന്റെ സമർപ്പണം സ്വാമി ചിദാനന്ദപുരി നിർവഹിച്ചു. അനേകം അഗ്നിഹോത്രത്തിന് തുല്യമാണ് ഒരു കിണറെന്നും 10 കിണറിന് തുല്യമാണ് ഒരു കുളമെന്നും 10 കുളത്തിന് തുല്യമാണ് ഒരു തടാകമെന്നും 10 തടാകത്തിന് തുല്യമാണ് ഒരു സത്പുത്രനെന്നും 10 സത്പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷമെന്നുമുള്ള ഋഷിസൂക്തം ഭാരതീയ സംസ്കൃതി പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകുന്ന പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നതെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ക്ഷേത്ര ഉത്സവാഘോഷം സാമുദ്രി PKS രാജ ഉദ്ഘാടനം ചെയ്തു. TV രാമചന്ദ്രൻ കിടാവ് അധ്യക്ഷം വഹിച്ചു. ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് P. ഗൗരി, PK കവിത, വേങ്ങേരി ഗോപാലക്കുറുപ്പ്, ശില്പി സന്തോഷ് എരവന്നൂർ, BK രാധാകൃഷ്ണൻ, T. വിജയൻ, TM പത്മനാഭൻ, VM ഉണ്ണി എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സമുദ്രപൂജ നടത്തി. മനുഷ്യർക്ക് ഇന്ന് കാണുന്ന സമ്പത്തിനും ഐശ്വര്യത്തിനും എല്ലാത്തിനും കാരണം കടലമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രമാണ്. അങ്ങനെയുള്ള കടലമ്മയെ വർഷത്തിലൊരിക്കലെങ്കിലും പൂജിക്കുകയാണ് ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ. ക്ഷേത്രം ശാന്തി അജയൻ സമുദ്രപൂജയ്ക്ക് നേതൃത്വം നൽകി. പ്രശസ്ത ചിന്തകനും വാഗ്മിയും എഴുത്തുകാരനുമായ PR നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിളക്കുപൂജയും സമുദ്രപൂജ പ്രസാദ വിതരണവും നടത്തി. M. ലാലു പ്രദീപ്, K. ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കരാറുകാരുടെ കുടിശ്ശിക ബില്ലുകൾ അടിയന്തരമായി കൊടുത്തു തീർക്കുക, കരാർ മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, ചെറുകിട കരാറുകാർക്ക് എതിരായുള്ള കരിനിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 15 കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ധർണ ഉദ്ഘാടനം ചെയ്യും. സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ പ്രവർത്തികൾ നിർത്തിവെക്കുമെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനുവരി 16 നടക്കുന്ന നവോത്ഥാന സംഗമം പ്രശസ്ത ചരിത്രകാരനും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. പുനരുദ്ധാനവാദത്തിന്റെ പ്രതിലോമ പരതയെക്കുറിച്ചുള്ള ആശയ പ്രചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നവോത്ഥാന സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യോഗങ്ങളും സംഘടിപ്പിക്കുമെന്നും സംഘാടക സമിതി പറഞ്ഞു. യോഗശാസ്ത്രത്തിന്റെ ശരിയായ അറിവും പ്രചാരവും അനുഷ്ഠാനവും ലക്ഷ്യം വെച്ച് ഇന്റർനാഷണൽ ശിവാനന്ദ യോഗ കേന്ദ്ര ജനുവരി 18, 19 തീയതികളിൽ എറണാകുളം കലൂരിലുള്ള പാർക്ക് സെന്ററിൽ വെച്ച് നാഷണൽ സെമിനാർ സംഘടിപ്പിക്കും. ജനുവരി 18 ശനിയാഴ്ച രാവിലെ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സംപൂജ്യ സ്വാമി ബദ്രീശാനന്ദ ഭദ്രദീപം കൊളുത്തും. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. രണ്ടാം ദിവസം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും ശിവാനന്ദ യോഗ ഡയറക്ടർ M. സുരേന്ദ്രനാഥ് പറഞ്ഞു. ദിനംപ്രതി ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഏറെ നാളത്തെ ആവശ്യമായ വിശ്രമ കേന്ദ്രം റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സാക്ഷാത്കരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിനോടടുത്തായി 80 പേർക്ക് വിശ്രമിക്കാവുന്ന തരത്തിൽ നിർമ്മിച്ച തണൽ വിശ്രമ കേന്ദ്രം ജനുവരി 15 റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സെന്തിൽ നാഥൻ ശിവ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. രവീന്ദ്രന് കൈമാറിക്കൊണ്ട് നാടിന് സമർപ്പിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രത്തെ ശുദ്ധീകരിക്കാൻ ജനങ്ങളുടെ കൂട്ടുപിടിച്ച് ആം ആദ്മി പാർട്ടിയുടെ അംഗത്വ വിതരണ യജ്ഞത്തിന് കോഴിക്കോട്ട് തുടക്കം. പാചകവാതക വില വർധനവിനെതിരെ CPM അനിശ്ചിതകാല നിരാഹാര സമരം ബുധനാഴ്ച തുടങ്ങും. കൊയിലാണ്ടി ഏരിയയിൽ പാർട്ടി ഗുരുതര പ്രശ്നങ്ങളില്ലെന്ന് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും ആഘോഷ പരിപാടികൾ, ഘോഷയാത്രയും അന്നദാനവും നടന്നു.
വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.